എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട്, ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയം വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷെ, തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണ്ണന്റെ അധവർണ്ണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷിക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം ആ പണയപ്പണ്ടം ഒന്ന് തിരിച്ചു കിട്ടിയാ മതി. മുതൽ കൊടുക്കാതെ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഉറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി, മാഷ് വിചാരിച്ച നടക്കും, ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോയ്ക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോഴേ വീട്ടിലേക്ക് തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാനിപ്പോഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിയും ജപമൊന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ടം പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ദേ നുണ പറയരുത്. നീലാണ്ടന് പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠന് ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിനെ എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണമില്ലല്ലോ മനുഷ്യ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാവാതെ. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നു. ഈ മനോരമക്കാരെ കൊണ്ടും മാതൃഭൂമിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. മനോരമ മാതൃഭൂമിയൊന്നും അല്ല, ഇങ്ങനൊരു ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞേ. അച്യുതെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി നാറും. സ്വർണം നാറോ? സ്വർണ്ണല്ല നിങ്ങള്. അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവരും ഒക്കെ പിന്നെ, ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണി മുതലാളി എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലോ, ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ. എന്തേ, രാവണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്കാം. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയെ പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തന്ത, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാഞ്ഞൂള് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനിവിടെ ഇല്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ? മുതലാളി ഇരിക്കി, ഞാൻ ചായ കൊണ്ടുവരാ. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ. അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രാണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ?